നമസ്കാരം. എടഞ്ഞ പോത്തിന് മുന്നിലൂടെ ചുവപ്പ് വസ്ത്രം ധരിച്ചാരും പോകരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പോത്ത് കൂടുതൽ വയലന്റ് ആവും അത്രേ. ചുവപ്പ് കൊട, ചുവപ്പ് സാരി, ചുവപ്പ് മുണ്ട്, ഇതൊക്കെ കണ്ടാൽ പോത്ത് കൂടുതൽ വയലന്റ് ആവും. പോത്ത് ആളുകളെ ആക്രമിക്കും. പഴയ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എനിക്ക് അനുഭവവുമില്ല. എന്നാൽ പഴയ ആളുകൾ ഈ പോത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്തായാലും പലരും കേട്ട് കാണും. പക്ഷെ ഇവിടെ പോത്തൊരു മൃഗമാണ് എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അതിന് വിവരമില്ല, വിശേഷ ബുദ്ധിയില്ല. എന്നാൽ ഇവിടെ RSSകാരായിട്ടുള്ള കുറച്ച് മനുഷ്യർ, അവർക്ക് പച്ച കണ്ടാലാണ് ഹാലിളകുന്നത്. പച്ച കണ്ടാൽ അപ്പോൾ അവർ അത് പാകിസ്ഥാനാണ്, പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞ് ഇവർ കുറുവടിയും അതുപോലെ തന്നെ ട്രൗസറും ഒക്കെ വലിച്ചു കയറ്റും. എന്നിട്ട് ഇവർ ഇറങ്ങുകയായി ഈ പാകിസ്ഥാന്റെ കൊടിയെ തുരത്തുന്നതിന് വേണ്ടി. കൊല്ലം കടവൂരിൽ നിന്നൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇന്ന് ആ വാർത്ത ചില ചാനലുകളിലൊക്കെ ഞാൻ കണ്ടു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കുകയാണ്. കാരണം ചിരിക്കാതെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കൊല്ലം കടവൂരിൽ RSSന്റെ കുറച്ച് ആളുകൾ ബ്രസീലിന്റെ കൊടി, അവിടുത്തെ ബ്രസീലിന്റെ ആരാധകരായിട്ടുള്ള കുട്ടികൾ കെട്ടിയപ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണ് എന്ന് പറഞ്ഞത് അഴിച്ചുമാറ്റി പോലീസിന്റെ സഹായമൊക്കെ തേടി എന്നാണ് കേൾക്കുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോത്തൊരു മൃഗമാണ്. പക്ഷെ ഈ RSSകാർ ഇത് എന്ത് കണ്ടിട്ടാണ്? അവരാരാണ്? എന്താണ് യഥാർത്ഥത്തിൽ? ഇവരൊന്നുമല്ല എന്നാണ് കർണാടകയിലെ ഒരു മന്ത്രി പറഞ്ഞത്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇവരൊന്നുമല്ല, ഇവര് ഒരാൾക്കൂട്ടം മാത്രമാണ്. ഇവർക്ക് ഭരണഘടനയില്ല, രജിസ്ട്രേഷൻ ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഒരാൾക്കൂട്ടം മാത്രമാണ് എന്ന് പറയുന്നു. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ RSSുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ കേരളത്തില് RSSന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് ഈ കഴിഞ്ഞ ദിവസം അതിന്റെ 100ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്തെ 3 VCമാര് ഈ പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ ഇവരോടൊക്കെ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി മാത്രമല്ല, പ്രതിപക്ഷ നേതാവും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒക്കെ ഇതേ ആവശ്യം ഉന്നയിച്ചു. കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞു. ഒരിക്കലും കാവ്യവൽക്കരണം അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും നിലപാട്. മതേതര കേരളം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ ഇവരെ ഇത്ര വലുതാക്കണോ എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ ചോദ്യം അതാണ്. ഇവരെ എന്തിനാണ് ഇങ്ങനെ വലുതാക്കുന്നത്? ഇവരെന്താണ്? ഇവരൊരാൾക്കൂട്ടമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പറയുന്നു. ഇവരെ അങ്ങ് കണ്ടില്ല എന്ന് വെച്ചാൽ മതി. ഇവരെ വെറുതെ വലുതാക്കുകയാണ്. ഇങ്ങനെ പറയും തോറും ഇവർ കൂടുതൽ എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു വിഷയമുണ്ട്. ഇവരോടൊപ്പം പങ്കെടുത്താൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത് അപകടകരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. വലിയ അപകടങ്ങൾ വരുത്തി വെക്കും. കാരണം ഇവരോടൊപ്പം ചേർന്ന് നിന്നാൽ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവരോടൊപ്പം ചേർന്ന് നിന്നാൽ ഇവരെ പോലെ ആയിപ്പോകും നമ്മുടെ കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവരുടെ പരിപാടികളിൽ പങ്കെടുത്ത് ഇവരോടൊപ്പം ചേർന്ന് നിന്നാൽ ഇവരെ പോലെ ബുദ്ധി മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ BJPയിലും RSSലും ഒക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഏവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ ആ പഴയ ഒരു ഇഷ്ടം മനസ്സിലുള്ളത് കൊണ്ട് സുരേഷ് ഗോപി ജീവിച്ചു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഈ ഒരു പാർട്ടിയിലേക്ക്, ഈ ഒരു സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സുരേഷ് ഗോപി ഇങ്ങനെ ആയത്. ഇങ്ങനെ ആയിരുന്നില്ല, നല്ല മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ VCമാരൊക്കെ ഇവരോടൊപ്പം പങ്കെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാപ്പ് പറയണം, ഇനി പങ്കെടുക്കരുത് എന്നൊക്കെ പറയുന്നത് എങ്കിൽ അത് ശരിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ RSSകാരെ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബ്രസീലിന്റെ കൊടിയും പാകിസ്ഥാന്റെ കൊടിയും ഒന്നും തിരിച്ചറിയില്ല. അതുപോലെ തന്നെ ഇവിടെ പാകിസ്ഥാന്റെ കൊടിയിൽ നിന്ന് ചന്ദ്രനെ എടുത്തു മാറ്റണം എന്ന് കഴിഞ്ഞ ദിവസം ഒരു സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുള്ള ഒരു സ്വാമി പറഞ്ഞിരുന്നു. അതുപോലെ ഒരുപാട് വിവരക്കേടുകൾ, വിഡ്ഢിത്തങ്ങൾ ഇവർ പലപ്പോഴായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് എന്തുമാകാം, ഇവർ രഹസ്യമായി ഇതൊക്കെ ചെയ്യും. മറ്റുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവർ കാണും. മറ്റുള്ള ആളുകളെ, അനുയായികളെയൊക്കെ പൊട്ടന്മാരാക്കി അത്തരത്തിൽ ബുദ്ധി മരവിച്ചു പോയ ഒരു വിഭാഗമായി അങ്ങനെ വളർത്തിക്കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രസീലിന്റെ കൊടിയും പാകിസ്ഥാന്റെ കൊടിയും ഒന്നും ഇവർ തിരിച്ചറിയാതെ പോകുന്നത്. അത്തരത്തിലൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവരോടൊപ്പം കൂട്ടുകൂടരുത് എന്ന് ഭൂരിഭാഗം ആളുകളും പറയുന്നത് എങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ട് പങ്കെടുത്താൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഈ സംഘമിത്രങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭാവിയിൽ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ
ഇവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്.